ട്രേഡിംഗ് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കില്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമുക്ക് ഈ ടോപ്പിക്ക് മറ്റെവിടെയും സെർച്ച് ചെയ്ത് കിട്ടാൻ പോകുന്നില്ല. അങ്ങും ഇങ്ങും തൊടാതെയുള്ള കാര്യങ്ങളെ പല വെബ്സൈറ്റുകളിലും പല നമുക്ക് പലയിടത്തും സെർച്ച് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വളരെ റെയർ ആണ്. സോ ഇത് കാണാൻ ഇടയായിട്ടുണ്ടെങ്കില് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കുക. സീരിയസ് ട്രേഡർ ആണെന്നുണ്ടെങ്കില് ഓഫ് കോഴ്സ് ഇത് ഉപകാരപ്പെടും. ഒരുപാട് ഉപകാരപ്പെടാൻ പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ദേ ഇവിടെ ഒരു ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചാർട്ടിലെ ഇൻ ഡെപ്ത് ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളുക. ഞാൻ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏത് ഡേയിലെ എന്തോ ചാർട്ട് ആയിക്കോട്ടെ, നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കാണുന്നത്. ഈ ചാർട്ടില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതില് പല പോയിന്റ്സിലായിട്ട് ഈ ചാർട്ട് കണ്ടോ, ഇവിടെ പല പോയിന്റ്സിലായിട്ട് ഈ മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം പലയിടത്തായിട്ട്. ഇത് ഓരോ ഡേയിലെ നമ്മളിപ്പോ ഏത് ചാർട്ട് എടുത്തു കഴിഞ്ഞാലും പലയിടത്ത് റിയാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതില് എല്ലാ റിയാക്ഷൻ പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്യേണ്ടതല്ല. അതായത് നമുക്ക് ട്രേഡിങ്ങില് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് നമ്മൾ കാണുമ്പോൾ ഇതുപോലെ കുറെ സ്വിങ്ങുകളൊക്കെ ഇങ്ങനെ കാണും. നമ്മൾ സാധാരണ ഒരു 90% ട്രേഡേഴ്സും ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് ഇതൊക്കെ പോയിട്ട് മാർക്ക് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യും. ഇവിടെയൊക്കെ റിയാക്ഷൻ നടന്നിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് മാർക്ക് ചെയ്യും. ഒരിക്കലും ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇത്ര സിമ്പിൾ ആണ് കാര്യം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു റിയാക്ഷൻ നടന്നു, ഇവിടെ പോയിട്ട് മാർക്ക് ചെയ്യുക, പിന്നീട് അവിടെ നിന്ന് റിയാക്ഷൻ നടക്കും എന്നുള്ള ചിന്തയില് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത്ര സിമ്പിൾ ആയിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ എന്ത് എളുപ്പമായനെ. കാര്യങ്ങൾ അങ്ങനെയല്ല മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ്, എവിടെ, എങ്ങനെ, എപ്പോൾ മാർക്ക് ചെയ്യണം, ഏത് മാർക്ക് ചെയ്യാൻ പാടില്ല, എന്താണ് ഇവിടെ നടക്കുന്നത്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ. കാരണം ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ അടുത്ത പോയിന്റുമായിട്ട് കണക്ട് ആവില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാർക്കറ്റില് ബിഗ് പ്ലേയേഴ്സിന് ഇപ്പൊ ഒരു ഓർഡർ, അവർക്ക് ഒരു മാർക്കറ്റിനെ താഴേക്ക് പുഷ് ചെയ്യണം, അതായത് ഇങ്ങോട്ട് ഫോൾ ആക്കണം, ഇതുപോലെ ഒരു ഫോൾ ഉണ്ടാക്കണം മാർക്കറ്റിലെങ്കിൽ അവർ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും, അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും. അവര് മാർക്കറ്റിന് സെല്ല് ചെയ്യാനുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്താലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ഡൗൺ സൈഡ് പോകുന്നത്. അപ്പോ അവർ ഇത് കണക്ക് ഡൗൺ സൈഡ് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യില്ലേ, ആ ഏരിയാസ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് കൂടിയാ പറയാൻ പോകുന്നത്. കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമല്ല, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് കൂടിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതെങ്കിലും ലെവലിൽ പോയിട്ട് ബിഗ് പ്ലേയേഴ്സിന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കരുതും ബിഗ് പ്ലേയേഴ്സിന് സെൽ ഓർഡർ പ്ലേസ് ചെയ്താൽ അവർക്ക് പോയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തൂടെ, ഇവിടെ പ്ലേസ് ചെയ്തൂടെ, ഇവിടെ പ്ലേസ് ചെയ്ത് പറ്റില്ല. ഇതാദ്യം മനസ്സിലാക്കണ്ട. ഏതെങ്കിലും ലെവലിൽ പോയിട്ട് അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതാദ്യം മനസ്സിലാക്കുക. അവർക്ക് പറ്റാവുന്ന ഏരിയാസ് ഉണ്ട്, പറ്റില്ലാത്ത ഏരിയാസും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റുകള്, അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പൊ നിഫ്റ്റിയുടെ കേസ് എടുത്താൽ, ഇതിപ്പോ നിഫ്റ്റിയാണ് കാണുന്നത്. നിഫ്റ്റിയില് നമുക്ക് ഓപ്ഷൻസിൽ ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റുകള് 100ന്റെയും 50യുടെയും മൾട്ടിപ്പിൾസിനാണ്. ഇത് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ആ ടോപ്പിക് അല്ല ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അതിന്റെ ഒരു ബേസ് ആയിട്ട് പറയുന്നതാണ്. അതായത് 100ന്റെയും 50യുടെയും മൾട്ടിപ്പിൾ ആണ്, മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ. അതായത് ഇപ്പൊ 24,400, 300, 200, 100, അങ്ങനെ 100ന്റെ മൾട്ടിപ്പിൾസിൽ 50യും ഉണ്ട് കേട്ടോ. പക്ഷെ 50യില് ബിഗ് പ്ലേസ് അധികം ഇൻട്രസ്റ്റഡ് അല്ല. അവിടെ അവരുടെ വോളിയം വളരെ കുറവായിരിക്കും. 100ന്റെ മൾട്ടിപ്പിൾ ആണ് അവര് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്. 100s, ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് എല്ലാവരും കണ്ടോ? 23,900, 24,000, 24,100 കണ്ടോ? 100ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും അധികം അവർ ബൈ ചെയ്യുന്നത്. മറ്റ് ലെവൽസ് ബൈ ചെയ്യാൻ പറ്റില്ല. 100ഉം 50യും അല്ലാതെ വേറെ ബൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഏത് ബിഗ് പ്ലെയർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, 100ഉം 50യും മാത്രമേ അവർക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? 100ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓർക്കുക, നിഫ്റ്റിയുടെ കേസാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളാം. ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അത് ഓരോ പോയിന്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയട്ടോ, കമന്റിൽ പറയുക.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷനിലോട്ട്. അപ്പോൾ ഹൺഡ്രഡ്സിന്റെയും 50യുടെയും മൾട്ടിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിൽ ഹൺഡ്രഡ്സ് ആണ് ഏറ്റവും അധികം അവർ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അവർ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന പോയിന്റുകൾ ഈ ഹൺഡ്രഡ്സിന്റെ പോയിന്റുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോളുക. ഈ 100ന്റെ പോയിന്റുകളിലാണ് മാർക്കറ്റ് മാനിപ്പുലേഷൻസിനായിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. എന്താണ്? ശ്രദ്ധിച്ചോളാ. നമ്മൾ കണ്ടിട്ടില്ലേ മാർക്കറ്റ് പലയിടത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ റിവേഴ്സ് ആയി പോണത്, പലയിടത്ത് ഇതുപോലെ റിവേഴ്സ് ആയി പോണത്. ഇവിടെയൊക്കെ അവർ നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ട് മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സ് മാനിപ്പുലേഷൻ നടത്തും, അവര് റീറ്റെയിലേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കും. ഇതൊക്കെ നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യമാണ് എപ്പോൾ എങ്ങനെ എവിടെ? അതറിയാതെ നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? അതറിയാതെ നമ്മൾ ചുമ്മാ മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടക്കും എന്നറിഞ്ഞത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? അതിപ്പോ ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്നതല്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല, എവിടെ, എപ്പോൾ, എങ്ങനെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസറാണ് നമുക്ക് വേണ്ടത്. അതിന്റെ കാര്യങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇനി കേട്ടോളൂ, അടുത്ത ടോപ്പിക് കേട്ടോളൂ, അതിന്റെ കണ്ടിന്യൂഷൻ കേട്ടോളൂ. അതായത് ഞാൻ പറയുന്നത് കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു എക്സാമ്പിൾ നമ്മുടെ മാർക്കറ്റിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാർക്കില്ല, ഏത് ഈ മന്തിലോ എവിടെ വേണമെങ്കിലും പോയിട്ട് ചെക്ക് ചെയ്യാം ഈ കാര്യങ്ങൾ. ഈ കാണുന്ന ഇത് കണ്ടോ? ഇത് ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലെവൽ കണ്ടോ? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 24,000 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെവലായിരുന്നു. അതിന് എബോവ് മാർക്കറ്റ് പോയിട്ട് അപ്പോൾ തന്നെ റിവേഴ്സ് ചെയ്തത് കണ്ടോ? ഇതിനെ എബോവ് മാർക്കറ്റ് പോയിട്ട് അപ്പോൾ തന്നെ ഇവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ നടന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഓർക്ക് ഏതെങ്കിലും പോയിന്റ് റിവേഴ്സ് ചെയ്യുന്നതല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ മാർക്കറ്റ് പോയിട്ട് ശ്രദ്ധിച്ചോളാം, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ റിവേഴ്സ് ചെയ്യും, ഒരു കാര്യവുമില്ല. അതിലല്ല കാര്യം, അതല്ല മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവർക്ക് ഓർഡേഴ്സ് എടുക്കാനൊന്നുമില്ല. ഇവിടെ ബിഗ് പ്ലേസിനുള്ള ഓർഡേഴ്സ് വെയിറ്റ് ചെയ്യുന്ന ഏരിയാസ് അല്ല, മാനിപ്പുലേഷൻ നടക്കുന്ന ഏരിയാസ് അതല്ല. ഏറ്റവും അധികം മാനിപ്പുലേഷൻ നടക്കുന്ന ഏരിയാസ് ഇതുപോലെ ഹൈ വാല്യൂവിൽ വോളിയം അവരെടുക്കുന്ന ലെവൽസ് ഏതാണ്? ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസിലുള്ള ഏരിയാസിലാണ്. അവിടെ നടക്കുന്ന മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നമ്മൾ മാർക്ക് ചെയ്യണം നിർബന്ധമായിട്ടും. അതായത് ഇവിടെ കണ്ടോ, ഇത് കണ്ടോ? ഈ ലെവലില് ഇവിടെ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. എവിടെന്നെങ്കിലും ഉള്ള റിവേഴ്സലാണ്. നമ്മൾ മാർക്കറ്റിൽ പോയാലും പല റിവേഴ്സലുകൾ കാണാം. ഇവിടെ കണ്ടോ? ഇതൊക്കെ കണ്ടോ? നമ്മൾ സാധാരണ ഒരാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാ റിവേഴ്സലും നമുക്ക് പെട്ടെന്ന് ക്യാൻഡിൽസിൽ കാണുന്ന റിവേഴ്സലുകളല്ല, ഇതൊരു റിവേഴ്സല്, ഈ റിവേഴ്സൽ അല്ല മാർക്ക് ചെയ്യേണ്ടത്. ഈ റിവേഴ്സൽ അല്ല. ഒരു സാധാരണ ഒരാൾ നോക്കുമ്പോൾ ഒരു വലിയ സെല്ലിംഗ് വന്നിരിക്കുന്ന ഇവിടെ നിന്നാണ്, അപ്പൊ ഇതങ്ങ് മാർക്ക് ചെയ്തേക്കാം. അങ്ങനെയല്ല. കാരണം പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ റിയാലിറ്റി അതല്ല. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല മാർക്കറ്റിലെ ഓർഡേഴ്സ് ഏറ്റവും അധികം വരുന്ന എവിടെയാണ്? ഈ ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ. അവിടെയുള്ള ഈ പോയിന്റുകൾ ഞാനിത് കാണിച്ചു തരാം, ഒരുപാട് എക്സാമ്പിളുകൾ കാണിച്ചു തരാം. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. സ്കിപ്പ് ചെയ്താൽ ഈ പോയിന്റുകൾ പോവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അത് പറയുന്നത് കേട്ടോ. കാരണം കാണുന്നവർക്ക് ഇത് ഉപകാരപ്പെടണം, അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്ന ഒരാൾക്കെങ്കിലും, അല്ലെങ്കിൽ ഇത് വളരെ കുറച്ച് പേരായിരിക്കും അവർക്ക് ഇത് ഉപകാരപ്പെടണം. ഇപ്പൊ അടുത്ത ഒരു പോയിന്റ് ഇത് കണ്ടോ? നെക്സ്റ്റ് തൊട്ടിടയിൽ തന്നെ എന്റെ ഹെൽപ്പ് ഇല്ലാതെ ഇത് കാണുന്നവർ ഒന്ന് നോക്കി. ഇവിടെ കണ്ടോ? മാർക്കറ്റ് വന്നിട്ട് ഡൗൺ സൈഡ് വന്നിട്ട് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റ് ഇത് എന്തുകൊണ്ടാണ്? ഇത് റിവേഴ്സ് ആയതുകൊണ്ടല്ല മാർക്ക് ചെയ്യുന്നത്, റിവേഴ്സ് ആയതുകൊണ്ടല്ല, ഇത് ഈ 100ന്റെ മൾട്ടിപ്പിളിന്റെ ബിലോ വന്നിട്ട് റിവേഴ്സ് ആയതുകൊണ്ട്. അല്ലാതെ ഇവിടെ വന്ന് റിവേഴ്സ് ആയാൽ കാര്യമില്ല. ഇത് ഇവിടെ നിന്ന് റിവേഴ്സ് ആയെങ്കിൽ ഇത് മാർക്ക് ചെയ്യില്ല. ഒരു 100ന്റെ മൾട്ടിപ്പിള് സ്ലൈറ്റ്ലി ബ്രേക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സ് ചെയ്താൽ ഇതുപോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാ അതൊരു ബിഗ് പ്ലെയർ ആക്ടിവിറ്റി ആണ്. ബിഗ് പ്ലേയേഴ്സ്, ഞാൻ ഈ പറയുന്ന കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യുന്നിടത്ത് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഏറ്റവും അധികം ആക്ടിവിറ്റി ഹൺഡ്രഡ്സിന് മൾട്ടിപ്പിൾസിലാണ്. ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെവൽസിൽ വന്നിട്ട് അവരൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ പ്രസൻസ് ഉണ്ട്? ആരുടെ സ്ട്രോങ് പ്രസൻസ്? എല്ലായിടത്തും ബിഗ് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ഇവിടെ ആരുടെ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്? ബിഗ് പ്ലേയേഴ്സിന്റെ സ്ട്രോങ് പ്രസൻസ് ഉള്ള ഏരിയ
ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിളി വന്നിട്ട് നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം, ഒരു 100ന്റെ മൾട്ടിപ്പിളിൽ മാർക്കറ്റ് വന്നതിന് ശേഷം സ്ലൈറ്റ്ലി ആ ലെവൽ ഒന്ന് പറയാം, അല്ലാതെ ഇതുവരെ ബ്രേക്ക് ചെയ്ത് വരുന്നതല്ല, കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തുപോലെ അത് കണക്കാക്കില്ല. ഒരു സ്ലൈറ്റ്ലി അതൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല ഞാൻ കാണിക്കുന്നത്, മറ്റൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കാം. അതായത് പെട്ടെന്ന് റിവേഴ്സ് ആവണം, പെട്ടെന്ന്. ഇതൊരു നല്ല എക്സാമ്പിൾ ആണ്. അതുപോലെ മറ്റൊരു, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് മാത്രം, ഈ റിവേഴ്സിൽ നടന്ന പോയിന്റിൽ പിറ്റേന്ന് ഒരു ദിവസം നടന്നത് കണ്ടോ? ആ പോയിന്റിൽ എന്താ നടന്നതെന്ന് കണ്ടോ? അതുകൂടെ കാണിച്ചു തന്നിട്ട് പോണമല്ലോ. ഈ ഒരു പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇത് കണ്ടോ? അവിടെ ഫസ്റ്റ് റിവേഴ്സിൽ ഇവിടെ കണ്ടോ? ഈ ഒരു ഡേയിൽ ആ എക്സാക്ട് പോയിന്റിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടോ? പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ വന്നു, ആ മാനിപ്പുലേറ്റീവ് ഏരിയയിൽ എത്തിയതിന് ഉടനെ മാർക്കറ്റ് സഡൻ ഒരു വലിയ റിയാക്ഷൻ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ അല്ല, 100 കണക്കിന് എക്സാമ്പിള് മാർക്കറ്റ് കാണിച്ചു തരാൻ പറ്റും. 100 കണക്കിന് എക്സാമ്പിളുകൾ കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് റിമൂവ് ചെയ്യട്ടെ, സ്ലൈഡിൽ ഇതൊന്ന് റിമൂവ് ചെയ്യട്ടെ. പലയിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഇവിടെ കണ്ടോ? ഇതൊന്ന് നോക്കി, മാർക്കറ്റ് ഇവിടെ പോയിട്ട് പെട്ടെന്ന് റിവേഴ്സൽ, ഫാസ്റ്റ് റിവേഴ്സൽ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ കുറച്ചൊരു സ്ലോയർ ആണ്. എത്രത്തോളം ഫാസ്റ്റർ ആവുന്നോ അത്രയും നല്ലതാണ്. തൊട്ട് അടുത്തുള്ള ദിവസം തന്നെ മാർക്കറ്റ് അവിടെ വന്നാൽ ഏതെങ്കിലും ഏരിയ, ഒരു കാര്യം തെറ്റിക്കരുത്, ഹൺഡ്രഡ്സിന്റെ ലെവലിന് ജസ്റ്റ് എബോവ് പോയിട്ട് ഇത് റോങ് ആണ്. ഞാൻ ഇവിടെ ഏതാണ് റോങ് എന്നുള്ളത് കൂടി കാണിച്ചു തരാം. റെഡ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന റിവേഴ്സൽ കണ്ടോ? ഇതല്ല മാർക്ക് ചെയ്യേണ്ട, ഇങ്ങനെ റിവേഴ്സൽ അല്ല. ഈ ബ്ലാക്ക് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന റിവേഴ്സൽ ഉണ്ടോ? അതായത് ശരിക്കും നടന്നേക്കുന്ന ഇത് വാലിഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അത് ബിഗ് പ്ലെയർ ആക്ടിവിറ്റി ഉള്ള ഹൺഡ്രഡ്സിന്റെ ലെവൽ ജസ്റ്റ് എബോവ് ബ്രേക്ക് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. അത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം പോയിന്റുകൾ മാർക്ക് ചെയ്യണം. ആ പോയിന്റുകളിൽ അവിടെയൊക്കെ പിറ്റേന്ന് എന്താ നടക്കുന്നതെന്നുള്ളത് കണ്ടോ? ആക്ടിവിറ്റി നടക്കുന്നത് കണ്ടോ? എന്താ നടക്കുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച് കണ്ടോ? ഇവിടെ പോയതിനു ശേഷം എക്സാക്ട് സെയിം ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് കണ്ടോ? ഒരൊറ്റ പോക്ക് കണ്ടോ? ആ ഒരു ഏരിയയിലൊക്കെ വന്നിട്ട് ഇത് മനസ്സിലാക്കുക. ഇത് എന്തുകൊണ്ടാ പിറ്റേന്ന് അവിടെ വന്നേ? ആൾറെഡി മാനിപ്പുലേഷൻ നടന്ന ഒരു ഏരിയയില് രണ്ടാമതൊന്നുകൂടി മാർക്കറ്റ് വന്നു. അവിടെ പിന്നെയും എന്ത് ചെയ്തു? മാർക്കറ്റ് ബിഗ് പ്ലെയർ ആക്ടിവിറ്റി വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ എക്സാമ്പിൾ. ഒരു ഡേ സ്കിപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടാ പോണേ. അല്ലാതെ ഏതെങ്കിലും ഒരു ഡേ എടുത്ത് സ്പെസിഫിക് ആയിട്ട് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓർഡറിലാണ് പോണത്. അടുത്ത ഡേ, തൊട്ടടുത്ത ഡേയ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഇവിടെ കാണാം. ഈ ഡേയിൽ വേറെ ഒന്നുമില്ല നമുക്ക്, കണ്ടോ? ഈ ഡേയിൽ വേറെ ഒന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഇവിടെ എല്ലാം നമുക്ക് കാണാം, കണ്ടോ? ഇവിടെ ഈ ഒരു ഇമ്പോർട്ടന്റ് റെഡ് കൊടുത്തേക്കുന്ന 500 ലെവൽ, 500 ലെവൽസിൽ ആക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഹൺഡ്രഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 100നെക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഈ 500. അതുകൊണ്ടാണ് അത് റെഡില് 500 എപ്പോഴും റെഡില്. 500 എന്ന് വെച്ചാൽ 23,500, 24,000, 24,500, 500 മൾട്ടിപ്പിൾ, അത് 100നെക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് കാണാം, കണ്ടോ? അവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നു, കണ്ടോ? ഈ മാനിപ്പുലേഷൻ ഇതിന് ബിലോ വന്നത് കൊണ്ടാണ്, അല്ലാതെ ഇത് എങ്ങനെ വന്നിരുന്നത് നമ്മൾ എടുക്കില്ലായിരുന്നു. എങ്ങനെ വന്നിരുന്നെങ്കിൽ എടുക്കില്ലായിരുന്നു? ഇതുപോലെ ഇവിടെ ഇങ്ങനെ റിവേഴ്സ് ആയെങ്കിൽ നമ്മൾ പരിഗണിക്കില്ലായിരുന്നു. പക്ഷെ ഇത് 100ന്റെ മൾട്ടിപ്പിൾ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ പകുതിയിൽ കൂടുതൽ പോകാൻ പാടില്ല കേട്ടോ. ഈ ലെവലിലെ ഈ 50 വരെ ഇത്രയും പോകാൻ പാടില്ല. ഒരു ചെറിയൊരു പോയിന്റിൽ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു 30 പോയിന്റ്സ് 40 പോയിന്റ്സ് ഒക്കെ വരെ വരുന്ന ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് ഇതുപോലെ വന്നിട്ട് പെട്ടെന്ന് റിവേഴ്സ് ആയി. അപ്പോൾ 100 പോയിന്റിൽ ഇതുപോലെ വരുന്ന ഇത്തരം ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക, കണ്ടോ? അവിടെ പിന്നീട് മാർക്കറ്റ് വരാതിരിക്കാം. ഇപ്പൊ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു പോയിന്റിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, പിറ്റേ ദിവസം വന്നിട്ടില്ല. അടുത്ത പോയിന്റ് നോക്കി, ഇതൊക്കെ മാർക്ക് ചെയ്യണം. വരാതിരിക്കോ, നെക്സ്റ്റ് ഡേയിൽ വരികയോ വരാതിരിക്കോ, ഈ കണ്ടോ ഇവിടെ നടന്നേക്കുന്നുണ്ടോ? ഇതില് ഇത്തരം പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് കേട്ടോ, ഇത് മറക്കരുത്. ഇവിടെ വന്നിട്ട് ഇവിടെ മാനിപ്പുലേഷൻ നടന്നിട്ട്, അതായത് ഈ 100 പോയിന്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് സ്ലൈറ്റ്ലി ഇങ്ങനെ അപ്സൈഡ് പോയിട്ട് ഇതുപോലെ വരുന്നതല്ല വേണ്ടത്. ഇങ്ങനെയല്ല, ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം, ആ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ടാവണം. പല ലെവലുകൾ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ പോയിട്ടുണ്ടാവണം. അപ്പോഴാണ് അതെന്താവുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആവുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതുപോലൊരു ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ, 100ന്റെ മൾട്ടിപ്പിൾ വരുന്ന ബിഗ് പ്ലേയേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ഏരിയ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ടായിരിക്കണം. എന്നാലാണ് അത് വാലിഡ് ആവുന്നത്. ഒരുപാട് ഇടങ്ങളിൽ നമുക്കിത് പല ആക്ടിവിറ്റി, ഞാൻ ഇതിന്റെ മറ്റ് എക്സാമ്പിളുകൾ കാണിച്ചു തരാം. ഇത്
ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണിച്ചാൽ പോരാ, എല്ലാ ഡേയിലും എടുത്തു വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിളുകൾ കാണണം. സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കണ്ടോളുക. കാരണം നമുക്ക് ഇത് എവിടെയും സെർച്ച് ചെയ്തിട്ട് ഈ ടോപ്പിക്കുകൾ അധികം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓർക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ ഈ ചാർട്ട് എടുക്കുമ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റുകൾ കണ്ടോ? ഇത് ഈ മാർക്ക് ചെയ്തേക്കുന്ന കാണുമ്പോൾ ഇത് ഒരുപാട് മാർക്കിങ്സ് അല്ല, ഇത് ഹൺഡ്രഡ്സിന്റെ ലെവൽസ് ആണ് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം കേട്ടോ, ഹൺഡ്രഡ്സിന്റെ. അപ്പോൾ ഒരു 100 പോയിന്റ് ഡിഫറൻസിലാണ് ഇതെല്ലാം എന്ത് ചെയ്തേക്കുന്നത്, മാർക്ക് ചെയ്ത്. ഇത് നിഫ്റ്റിയുടെ കേസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഓരോന്നിലും ഇപ്പൊ നമ്മൾ മറ്റൊരു ഇൻഡെക്സ് എടുത്താൽ അതിന്റെ കോൺട്രാക്ട് വാല്യൂ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി വേണം എടുക്കാൻ. ഇപ്പൊ നിഫ്റ്റിയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത എക്സാമ്പിൾ കണ്ടോ, അടുത്ത എക്സാമ്പിളുകൾ കണ്ടോ? ഇവിടെയൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊന്നും നമ്മൾ മാർക്ക് ചെയ്യില്ല കേട്ടോ, ഇതൊന്നും മാർക്ക് ചെയ്യില്ല. ഇവിടെയൊന്നും അത്തരം പോയിന്റ് ഇല്ല. അത് ഇതൊക്കെ എടുക്കാത്തതിന്റെ റീസൺ കൂടി പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ഇവിടെ എക്സാക്ട് പോയിന്റ് എന്നാണ് റിവേഴ്സ് ചെയ്തേക്കുന്നത്. ഈ എക്സാക്ട് പോയിന്റ് ഇവിടുന്ന് ഇതുപോലെ വന്നിരുന്നെങ്കിലേ നമ്മൾ എടുക്കുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് വന്നാലേ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ എക്സാക്ട് പോയിന്റ് എന്ന് കണ്ടോ, ആ മാർക്ക് ചെയ്ത എക്സാക്ട് പോയിന്റ് എന്ന് അതല്ല മാർക്ക് ചെയ്യേണ്ടത്. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് അത്. ഇതൊക്കെ പോയിട്ട് മാർക്ക് ചെയ്യും. ഇവിടെ ഒന്നും ഒരു റിയാക്ഷൻ നോക്കി, ഇതൊക്കെ പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വലിയ റിയാക്ഷൻ ഇല്ല. കണ്ടോ, മാർക്കറ്റ് അവിടേക്ക് ജസ്റ്റ് കൺസോൾട്ടേഷൻ ആണ്. പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണത്, പലർക്കും ട്രേഡിങ്ങിൽ പറ്റുന്നത്. കാരണം നമ്മൾ യൂഷ്വലി എല്ലായിടത്തും പോയി പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്താണ് ഉദ്ദേശിക്കുന്നത്, സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കും. അങ്ങനെ അല്ല, ഇത് തെറ്റ് തിരുത്തപ്പെടണം. ഇത് കണ്ടോ, ഒരു മാനിപ്പുലേഷൻ നടന്ന ഏരിയ കണ്ടോ, മാനിപ്പുലേഷൻ നടന്ന ഏരിയ അല്ലേ അത്. ഇത് ആ റൂൾ നോക്കി, നമ്മൾ നേരെ വന്നു, ഒരു 100 ലെവൽ ഫോൾസ് ബ്രേക്ക്ഔട്ട് വന്നു, അതിനുശേഷം ഒരു ഹ്യൂജ് റിവേഴ്സൽ തന്നു. 100 ലെവല് മാർക്കറ്റിലെ ബിഗ് പ്ലേസ് വാച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അവിടെ നടന്നു, അവിടെ ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് നടന്നു. കണ്ടോ, ആ ഒരു ലെവലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ എക്സാക്ട് പോയിന്റില് പിറ്റേന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വന്നാൽ അതാണ് ഏറ്റവും നല്ലത്. പിറ്റേ ദിവസം മാർക്കറ്റ് അവിടെ വന്നിട്ടുണ്ടായ ഫോളിന്റെ ആ ഒരു വീഴ്ച കണ്ടോ, ആ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോള് കണ്ടോ, അത് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഇത് മനസ്സിലാക്കുക. ഇത് നമുക്ക് അധികം ഈ ഡേറ്റ എങ്ങും അധികം ആരും പറഞ്ഞു തരില്ല. അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവാം, പക്ഷെ അധികം കുറവാണ്. നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്ന ഡേറ്റയിൽ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഇത് ഒരുപാട് അടുത്തുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് പലയിടത്ത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, കണ്ടോ, ഇവിടെ രണ്ട് എക്സാമ്പിൾ നോക്കി. ഇത് നമ്മൾ എടുക്കില്ല, കാരണം എന്താണ്, ഇത് എടുക്കില്ല, ഈ ഒരു പോയിന്റ് എടുക്കില്ല. കാരണം എന്താണ്, ഇത് എക്സാക്ട് പോയിന്റ് എന്ന് ആ 100ന്റെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടി ഓർക്കുക. ഇവിടെയൊക്കെ ആ എക്സാക്ട് 100ന്റെ പോയിന്റ് എന്നുള്ള റിവേഴ്സൽ ഉണ്ടോ, ആ 100ന്റെ പോയിന്റിലൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ടോ, ബിഗ് പ്ലേസ് ഏറ്റവും അധികം ഇൻട്രസ്റ്റഡ് ഉള്ള. അപ്പോൾ നമ്മൾ ഇവിടെ തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്തരം ഏരിയാസ്, ഇത്തരം കണ്ടോ, ഈ ഒരു ലെവല് കണ്ടോ, എല്ലാവരും ഈ ഒരു പോയിന്റിൽ കണ്ടോ മാനിപ്പുലേഷൻ നടന്നേക്കുന്നത് കണ്ടോ, ആ മാനിപ്പുലേഷൻ ആ എക്സാക്ട് ഏരിയയില് പിന്നെ പിറ്റേന്ന് മാർക്കറ്റ് വന്നിട്ട് കണ്ടോ, ആ എക്സാക്ട് ഏരിയയിൽ എന്തൊക്കെയാ നടന്നേക്കുന്നതെന്ന്, എന്തുമാത്രം വലിയ ഹ്യൂജ് മൂവ്മെന്റുകളാണ് അവിടെ വന്നേന്ന് കണ്ടോ. ഈ സെയിം ഏരിയയില് നോക്കി, അവിടെ പിറ്റേന്നും ആ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ. ആ മാനിപ്പുലേഷൻ നടന്ന ഇതുപോലൊരു റിവേഴ്സൽ, ഇതേപോലൊരു റിവേഴ്സൽ ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യോ, ഇതുപോലൊരു റിവേഴ്സൽ ആണെങ്കിൽ മാർക്ക് ചെയ്യോ, ഇല്ല. ഈ ഫോൾസ് ബ്രേക്ക്ഔട്ട് വന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്തത്, മാർക്ക് ചെയ്തത്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്, അതിനെപ്പറ്റി പറയാം. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക കേട്ടോ, കമന്റിൽ അത് പറയുക. എന്നാലേ എനിക്കത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കണ്ടെത്തിയവര്, ഈ ഒരു പോയിന്റ് വരെ കണ്ടെത്തിയിട്ടുള്ള ഡെഡിക്കേറ്റഡ്, ട്രേഡിംഗ് പഠിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പറയുക. കൂടുതൽ വീഡിയോസ് ചെയ്യാം, കൂടുതൽ ഇതിന്റെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കണ്ടോ, ഇത് മാർക്ക് ചെയ്യില്ല. ഇത് മാർക്ക് ചെയ്യാത്തതിന്റെ കാര്യം എന്താ, എക്സാക്ട് 100 എന്നാണ് റിവേഴ്സൽ. ഇത് മാർക്ക് ചെയ്യും, ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും, കാരണം ഇത് 100 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ പല എക്സാമ്പിൾ കാണിക്കുന്നത് ഇത് മനസ്സിലാവാനാണ്, ആ ഒരു ഇത് ഡൗട്ട്. കാരണം നമ്മൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു തവണ കാണുമ്പോൾ മനസ്സിലാവുന്നവരുണ്ടാവും, പക്ഷെ ചിലർക്ക് അത് മൾട്ടിപ്പിൾ തവണ അത് കാണിക്കുമ്പോഴായിരിക്കും. എനിക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്യണം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർക്കും മനസ്സിലാവണം എന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ പലരും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇടയ്ക്ക് അത് നെഗറ്റീവായിട്ട് പറയാറുണ്ട് ഒരേ കാര്യം, പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ്
ഇവിടെ കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് എക്സാമ്പിൾ കണ്ടത് ഇത് എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഇനി പോയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ റിവേഴ്സലും പോയിട്ട് മാർക്ക് ചെയ്യുകയല്ല. അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ചാർട്ടിൽ നമ്മൾ റാൻഡം ആയിട്ട് ഒരു കാര്യമില്ലാതെ മാർക്ക് ചെയ്യണത്. ബിഗ് പ്ലെയർ ആക്ടിവിറ്റി ഉള്ളിടത്ത് റിവേഴ്സലാണ് മാർക്ക് ചെയ്യേണ്ടത്, അല്ലാത്ത പോയിന്റ് അല്ല. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു ലെവലില് ഇനി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഈ 23 ഇപ്പൊ ഈ ഒരു ലെവൽ കണ്ടോ, 23,300 എന്ന് പറയുന്ന ലെവലാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ. അവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് പോയപ്പോഴാണ് ഇത് മാർക്ക് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അപ്പോ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷമാണ് ഈ ഒരു ലെവലില് ലൈവ് നമുക്ക് ഇവിടെയുള്ള ബിഗ് പ്ലെയർ ആക്ടിവിറ്റി, ഇവിടെ എത്രത്തോളം ബയേഴ്സ് സെല്ലേഴ്സ് ഉണ്ടെന്നുള്ളതിന്റെ ലൈവ് ഡേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് റീഡ് ചെയ്യാൻ പറ്റും. അതിന്റെ വീഡിയോസ് ഞാൻ അതിന്റെ ഒരു ബേസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് അത് ചെയ്യാം കേട്ടോ. കൂടുതൽ അതിന്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. കാരണം അതും കൂടെ പറഞ്ഞാൽ ഇത് ഒരുപാട് ലെങ്ത് ആയി പോയി, ഓൾറെഡി ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, അത് ഒരുപാട് ലെങ്ത് ആയി. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അത് തീർച്ചയായിട്ടും പറയാം. ഇത് മാർക്ക് ചെയ്യുന്ന ഇത് എന്തിന്റെ ലോജിക്ക്, ഞാൻ ഈ പറഞ്ഞതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിലും അത് കമന്റിൽ പറയാ. കമന്റ് നോക്കിയിട്ട് എത്രത്തോളം ആൾക്കാർക്ക് അത് താല്പര്യമുണ്ട് എന്നതനുസരിച്ചിട്ട് ഞാനത് എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഇത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ നേരത്തെ ഉള്ള കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അത് മാറി. അപ്പൊ ഇനി എനിക്ക് ഇപ്പൊ കുറച്ച് ഒരു 1-2 വീക്സ് ഞാൻ അടുപ്പിച്ച് കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവും. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പെട്ടെന്ന് നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് താല്പര്യം ഉണ്ടെങ്കിൽ, കാണുന്നവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്, അത് എന്റെ വീഡിയോ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ, വളരെ കുറച്ച് പേര്. ആ കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ്, കാരണം ഇത് നമുക്ക് സെർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റില്ല, സെർച്ച് ചെയ്ത് നോക്കാം, കുറവായിരിക്കും. ഞാൻ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇത്തരം ടോപ്പിക്കുകൾ അധികം ആരും ഡിസ്കസ് ചെയ്യില്ല, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് കുറവായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല. മറ്റെവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നതിനാട്ടി ഒരാളത് ചെയ്ത് നോക്കുന്നതന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാവുന്ന. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയട്ടോ, അത് കമന്റിൽ പറയാം. സൈലന്റ് ആയിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ലൈക്ക് ആയിട്ടോ കമന്റ് ആയിട്ടോ പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുത്തോളാം, ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്, ഡിസ്ലൈക്ക് കൊടുത്തോളാം. അതെങ്കിൽ ഇത് കമന്റിൽ പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ.